ഞാനൊരു പേര കാണിക്കാം കേട്ടോ. നമ്മൾ മുറ്റത്ത് തന്നെ വെച്ചതാണ്. വലിയ മരം ആവാൻ വിടാതെ ചെറിയൊരു ഡ്രമ്മിൻ്റെ അകത്ത് വെച്ചതാണേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പേര. എല്ലാ കമ്പയിലും നിറച്ച് പേരയ്ക്കാ. ഞാൻ വള്ളി കെട്ടി വെച്ചേക്കും, അല്ലെങ്കിൽ ഇത് വീണ് പോകും. കണ്ടോ, വലിയ പേരയ്ക്കാ. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കല്ലോ വലിയത്. തായ്ലൻഡ് പിങ്ക് എന്ന് പറയുന്ന ഇനം കേട്ടോ. ഉണ്ട്, ഒരെണ്ണം ഇത്രയും ഉണ്ട്. ഇതിൻ്റെ ഒരു കമ്പുണ്ട് നമ്മുടെ പച്ചമുളകിൻ്റെ അകത്തോട്ട് വന്നിട്ട്. ഇത് കണ്ടോ, ഇല്ലേ വലിയ പേരയ്ക്കകളാ, നിറച്ചിനും പേരയ്ക്കകളാ. കണ്ടോ. അപ്പോഴേ നമുക്ക് പറിച്ചു നോക്കാവേ. പറിച്ചു നോക്കാം. ഇന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഷാനപ്പാപ്പ വാ, പറിക്കാ. പറിച്ചു പറിക്കേ പറിക്കേ. മുറിക്കണ അല്ലാതെ തന്നെ പഴിച്ചു തോന്നല്ലേ. അപ്പൊ ഇത് ഇവിടെയുണ്ട്, ഈ കമ്പേല കണ്ടോ, നല്ല വെയിറ്റ് നിക്കും കേട്ടോ. ഇതായി തോന്നല്ലേ അത്. അതും പോരെ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയിട്ട് മുറിക്കാം. പേരയ്ക്ക പറിക്കാനായപ്പോ ഷാനപ്പാപ്പനും ആന്റിയും വന്നേ. വെറുതെ വന്നല്ലേ. ഇത് കണ്ടോ, നല്ല കുമ്പളപ്പം. ഷാനപ്പാപ്പൻ ചാമ്പയ്ക്ക പറിച്ചു തന്നോണ്ട് കുരുവിന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇത് മുറിക്കാം. ഇത് തായ്ലൻഡ് പിങ്ക് ആണ്. എന്തായെന്ന് അറിയത്തില്ല. നമുക്കിനി ആവശ്യം കൂടി പിങ്ക് കണ്ടോ പഴുത്തു വരുന്നല്ലോ. നമുക്ക് ഇച്ചിരി തിരക്ക് കൂടി അല്ലേ. അത് സാരമില്ല അല്ലേ. ഇതൊക്കെ ആയിട്ടുണ്ടാവുക. ഇതും കൂടി മുറിച്ച് നോക്കട്ടെ. കണ്ടോ, ആ ഇത് പിങ്ക് എന്നാ, റെഡ് അല്ലല്ലോ. അപ്പൊ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. തിന്നിട്ട് അഭിപ്രായം പറ. രസമുണ്ടല്ലോ. കുരു അടക്കം തിന്നാ. എന്നാ വെച്ചേ നേരെ വെച്ചേ. ഇത് മഴക്കാലത്ത് വെള്ളം പോലെ വെള്ളം കയറിയിട്ട് ആണോ. അപ്പൊ ആന്റിക്കും അമ്മയ്ക്കും കൊടുക്കാം. ഭയങ്കര വർത്താനം, ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഇവിടെ. ഇവിടെ ഞങ്ങൾ പേരയ്ക്കാൻ മുറിക്കുന്നുണ്ടായിരുന്നു. പിങ്ക്, തായ്ലൻഡ് പിങ്ക്, മുളകും ഉപ്പ് ഇട്ടിട്ടല്ലേ. അല്ലല്ലേ, കുറച്ചും കൂടിയാ അതെനിക്ക് തോന്നുന്നു. അങ്ങനെ തിരക്ക് പിടിപ്പില്ലേ. ഇച്ചിരി ഉപ്പും മുളക് പൊടി ഇട്ടിട്ടല്ലേ. ആ റോഡ് സൈഡിൽ വിൽക്കുന്നവരെ ആണല്ലേ. അപ്പൊ സംഭവം തായ്ലൻഡ് പിങ്ക് ഞങ്ങള് ഉദ്ഘാടനം ചെയ്തു.